മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ ഇംതാദ 2025 കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു. മസ്കറ്റ് KMCC നേതാവ് മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവുമായ ചൊക്ലി കരീം ഹാജിയിൽ നിന്നും ആദ്യ ഫണ്ട് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മഹത്തായ പ്രവർത്തനം നടത്തുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒറ്റപ്പെട്ടു പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി യൂത്ത് ലീഗ് നിരവധി പ്രവർത്തനങ്ങളാണ് ദേശീയ തലത്തിൽ നടത്തി വരുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിയമപോരാട്ടങ്ങളും ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തിനും എതിരെയുള്ള ശക്തമായ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംരക്ഷണ കവചമായി യൂത്ത് ലീഗ് നിലനിൽക്കുകയാണ്. ആ പ്രവർത്തനത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് യൂത്ത് ലീഗ് ഈ സെപ്റ്റംബർ 20 മുതൽ 30 തീയതി വരെ ഇതിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണം നടത്തി വരുന്നത്. ഇന്ന് പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ശേഷം ജില്ലയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ മണ്ഡല തലത്തിലും ശാഖാതലത്തിലും ഒക്കെ ഈ ഫണ്ട് കളക്ഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ഫണ്ട് കളക്ഷൻ നടക്കുന്നത് നേരത്തെ യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചും അതുപോലെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ശേഷം നടന്ന വയനാട് ഫണ്ടും ഒക്കെ വളരെ സുതാര്യമായി നടത്തിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഫണ്ട് കളക്ഷൻ എന്നത്. ഏറെ സന്തോഷകരമാണ്. ഈ പ്രവർത്തനത്തിൽ നല്ലവരായ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹായം ഉണ്ടാകുമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ കരീമാജിയിൽ നിന്ന് ഇന്നത്തെ ഫണ്ട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ദൌത്യം ഏറ്റെടുത്തത്. ഏതായാലും ഈ പ്രവർത്തനത്തിന് വലിയ നൌഫൽ മിരുവമ്പായി, റഷീദ് തലായി, തഫ്രീം മാണിയാട്ട്, അഡ്വക്കേറ്റ് CVA ലത്തീഫ, അഫ്സൽ മട്ടാമ്പ്രം, ഇജാസ് ചക്കിയത്തുമൊക്ക, സാബിർ കീഴ്മാടം എന്നിവർ സംബന്ധിച്ചു.